സംവരണം സംബന്ധിച്ചും ജാതി സെൻസസ് സംബന്ധിച്ചും പലപ്പോഴും RSSന്റെ നിലപാട് എന്താണ് എന്ന് കേരള മാധ്യമങ്ങളൊക്കെ വളച്ചൊടിച്ച് റിപ്പോർട്ട് ചെയ്യാറുള്ളൊരു സംഗതിയാണ്. ഒപ്പം തന്നെ ജാതി സെൻസസ് എല്ലാ തെരഞ്ഞെടുപ്പിലും രാഷ്ട്രീയമായിട്ട് ടൂളായിട്ട് ഉപയോഗിക്കുന്നു. അതും ഒരു വിമർശനമായി അദ്ദേഹം പറയുകയുണ്ടായില്ലേ? ഈ സംവരണം സംബന്ധിച്ച ചോദ്യത്തിനും വളരെ വിശദമായ വളരെ കൃത്യമായ മറുപടിയാണ് നൽകിയത്. സംവരണം പ്രത്യേകിച്ച് ജാതി സംവരണം സംബന്ധിച്ചുള്ള ആവശ്യങ്ങൾ, അത് സംബന്ധിച്ചുള്ള ചർച്ചകൾ, അത് സംബന്ധിച്ച രാഷ്ട്രീയ വിവാദങ്ങൾ നടക്കുന്നു. ഇക്കാര്യത്തിൽ എന്ത് നിലപാടാണ് സംഘം സ്വീകരിക്കുന്നത് എന്നുള്ളത് ബൈഠക്കിൽ കൃത്യമായി അത് ചർച്ച ചെയ്യുകയും വളരെ വ്യക്തമായ മറുപടി പറയുകയും ചെയ്തു. ഇത് വളരെ സെൻസിറ്റീവായ ഒരു കാര്യമാണ്, വളരെ ലോലമായി വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണ്. ഒന്ന്, ഇത്തരം ഒരു സെൻസസിൻ്റെ ആവശ്യം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെ മേഖലകളിൽ നമ്മളിവിടെ കാസ്റ്റ് ബന്ധങ്ങളും ജാതി മത സമവാക്യങ്ങളും ഒക്കെ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട വിഷയമാണ്. പക്ഷെ പലപ്പോഴും ചില വിഭാഗങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള പിന്നാക്കാവസ്ഥയുണ്ടെങ്കിൽ, ചില വിഭാഗങ്ങൾക്ക് വേണ്ടത്ര പരിഗണന ലഭിക്കുന്നില്ലെങ്കിൽ, അതല്ലെങ്കിൽ സാമൂഹികമാകാം, സാമ്പത്തികമാകാം, വിദ്യാഭ്യാസപരമാകാം, ഏത് തരത്തിലാണെങ്കിലും ഏതെങ്കിലും പ്രദേശത്ത് ഏതെങ്കിലും ജാതി വിഭാഗങ്ങൾ പിന്നാക്കാവസ്ഥ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതറിയണമെങ്കിൽ, അതിൽ ഇടപെടണമെങ്കിൽ, അക്കാര്യത്തിൽ എന്തെങ്കിലും പദ്ധതികൾ നടപ്പാക്കണമെന്നുണ്ടെങ്കിൽ സർക്കാരിന് വ്യക്തമായ നമ്പേഴ്സ് വേണം എന്നുള്ള പറഞ്ഞത്. അതിനൊരു കണക്ക് വേണം. ആ കണക്ക് ശേഖരിക്കാൻ വേണ്ടി മാത്രമായിരിക്കണം അതിന് സർക്കാരിന് പൂർണ്ണമായ സ്വാതന്ത്ര്യമുണ്ട് എന്നുള്ള നിലപാടാണ് വളരെ വ്യക്തമായി ഇക്കാര്യത്തിൽ എടുത്തത്. പക്ഷെ അത്തരം നമ്പറുകൾ ശേഖരിക്കുന്നതും അത്തരം സെൻസസ് നടത്തുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊരൊറ്റ ലക്ഷ്യമേ പാടുള്ളൂ: ഈ പറയുന്ന പിന്നാക്കം നിൽക്കുന്നവരുടെ പുരോഗതി, അവരുടെ സുരക്ഷ, അവർക്ക് സമൂഹത്തിലും ഈ സാമ്പത്തികമായും വിദ്യാഭ്യാസപരമായുമുള്ള മുന്നോട്ടുള്ള കുതിപ്പ് ഉറപ്പാക്കുന്നതിന് വേണ്ടിയായിരിക്കണം. കുറെ കൂടി വ്യക്തമായി പറഞ്ഞു, രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി ആവരുത്, വോട്ട് ബാങ്ക് പൊളിറ്റിക്സിന് വേണ്ടി ആവരുത്, തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടാവരുത്, അതിന് അതീതമായി ചിന്തിക്കാൻ കഴിയണം. അങ്ങനെയാണെങ്കിൽ മാത്രം അത് ഉറപ്പാക്കിക്കൊണ്ട് വേണം എന്ന വ്യക്തമായ സൂചന. അല്ലാതെ ഇത്തരം രാഷ്ട്രീയമായി ഉപയോഗിക്കാനോ ഇലക്ഷന് വേണ്ടിയിട്ടോ ആവരുത് എന്നുള്ളൊരു സംഗതി. പിന്നാലെ ഉയർന്നൊരു ചോദ്യമാണ് ക്രീമി ലെയർ എന്നുള്ളത് എടുത്തു മാറ്റണോ എന്നുള്ളൊരു ചോദ്യം ഉയർന്നു. അപ്പോഴും പറഞ്ഞു അതും ബന്ധപ്പെട്ടവരുമായി ചർച്ച ചെയ്തിട്ട് നടപ്പാക്കേണ്ട ഒരു വിഷയമാണ്. എടുത്തു ചാടി ഒരു പൊളിറ്റിക്കൽ ടൂളാക്കരുതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. രാഷ്ട്രീയമായ സുരക്ഷയെ ഒഴിവാക്കി സാമൂഹിക സുരക്ഷയെ ഉദ്ദേശിച്ചിട്ട് എന്ത് വേണമെങ്കിലും ചെയ്യാം, പക്ഷേ രാഷ്ട്രീയ ആയുധമാക്കാനോ രാഷ്ട്രീയമായ മുതലെടുപ്പിനോ അത് ഉപയോഗിക്കരുത്. എല്ലാ തരത്തിലുള്ള സർക്കാർ സംവിധാനങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവരുടെയും അഭിപ്രായം അറിഞ്ഞ് ചർച്ച നടത്തി എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ആയിരിക്കണം ഇത്തരം എന്ത് നടപടിയും ഉണ്ടാവേണ്ടത്. വ്യക്തമായ ഏകോപനം അതിൽ ഉണ്ടാകണം. എന്നിട്ട് വളരെ വ്യക്തമായി പറഞ്ഞു, RSSനെ സംബന്ധിച്ച് എടുത്തുചാടി ഇതിലൊരു സംഗതിയല്ല പറയേണ്ടത്, കാടടച്ചല്ല. ആദ്യത്തെ പരിഗണന, ആദ്യ മുദ്രാവാക്യം, ഏറ്റവും മുന്തിയ പരിഗണന ഭാരതം പ്രഥമം, നേഷൻ ഫസ്റ്റ്, രാഷ്ട്രമാദ്യം, ബാക്കിയൊക്കെ പിന്നെ അതിനുശേഷം വരുന്ന ഫങ്ഷണൽ ആക്ടിവിറ്റീസ് എന്നുള്ളതാണ്. അപ്പോൾ വളരെ വ്യക്തമായ നിലപാടും അല്ലെങ്കിൽ നയവും തന്നെയാണ് ഇക്കാര്യത്തിലും പറഞ്ഞിരിക്കുന്നത്. ശതാബ്ദി വർഷത്തെക്കുറിച്ചും ചോദിച്ചു. ശതാബ്ദി വർഷത്തെക്കുറിച്ച് ചോദിച്ചപ്പോഴും കൃത്യമായി തന്നെ പറയുന്നു, അതായത് RSS ഐഡിയോളജി, വ്യക്തി നിർമ്മാണം, അതിലൂടെ രാഷ്ട്ര നിർമ്മാണം, നാഷൻ ഫസ്റ്റ് എന്നുള്ളത് അല്ലെ, അത്തരം കാര്യങ്ങൾ കൂടെ പറഞ്ഞല്ലേ അദ്ദേഹം അവസാനിപ്പിച്ചു. വളരെ വ്യക്തമായി തുടങ്ങിയ ദിവസത്തിൽ പറഞ്ഞ പഞ്ചപരിവർത്തൻ എന്തൊക്കെയാണ്, അത് എങ്ങനെയൊക്കെ നടപ്പാക്കുമെന്നുള്ളതിനെ കുറിച്ചായിരുന്നു ചർച്ച. അതായത് 2025 വളരെ സുപ്രധാനമായ വർഷമാണ്. 2025 വിജയദശമി ദിനത്തിലാണ് ശതാബ്ദി ആഘോഷത്തിന് തുടക്കം കുറിക്കുക. 2025 മുതൽ 2026 വരെ. അവിടെയും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ആഘോഷം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ നടപ്പനുസരിച്ചുള്ളൊരു ആഘോഷം ആയിരിക്കില്ല. വ്യക്തിയുടെയും കുടുംബത്തിൻ്റെയും സമൂഹത്തിൻ്റെയും സർവോപരി രാഷ്ട്രത്തിൻ്റെയും മുന്നോട്ടുള്ള കുതിപ്പിന് പുരോഗമനത്തിന് വേണ്ട വിവിധ പദ്ധതികൾ വിവിധ ക്ഷേത്ര സംഘടനകൾ വഴി നടപ്പാക്കുക എന്നുള്ളത് തന്നെയായിരിക്കും അതിൻ്റെ ലക്ഷ്യം എന്നുള്ളത് അത് വളരെ കൃത്യമായി 1, 2, 3, 4, 5 ആദ്യത്തേത് സോഷ്യൽ ഹാർമണി, സാമൂഹികമായ ഒരു സൗഹാർദ്ദവും ഈ കെട്ടുറപ്പ് ഉറപ്പാക്കൽ. 2 ഫാമിലി അവേക്കണിങ് അല്ലെങ്കിൽ കുടുംബ പ്രബോധനം. ഇക്കാര്യത്തിലാണ് സ്ത്രീ സുരക്ഷ സംബന്ധിച്ചുള്ള ചോദ്യം ഉയർന്നപ്പോഴും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത്. കുടുംബത്തിൽ ഉണ്ടാകേണ്ട മൂല്യങ്ങൾ, കുടുംബം എങ്ങനെയായിരിക്കണം, കുടുംബം ഏറ്റവും വിലപ്പെട്ടതാണ് എന്നുള്ള ആ ഒരു ബോധവൽക്കരണം സമൂഹത്തിൽ ഉണ്ടാക്കുക, വ്യക്തികൾ ഉണ്ടാക്കുക. 3 പരിസ്ഥിതി സംബന്ധിച്ച അവയർനെസ് അല്ലെങ്കിൽ ബോധവൽക്കരണം. വയനാട് ഉൾപ്പെടെ അതിൽ വരും. അത് പരിസ്ഥിതി എന്ന് പറയുമ്പോൾ പണ്ടൊരു ഫാഷനായിരുന്നു. എന്താണെന്ന് അർത്ഥമറിയാതെയാണ് പരിസ്ഥിതി സൗഹൃദമായ കാര്യങ്ങൾ പറയുന്നത്. പരിസ്ഥിതി സൗഹൃദമായി എങ്ങനെ ജീവിക്കാം, പരിസ്ഥിതി സൗഹൃദമായ ജീവിത ശൈലി എങ്ങനെ കൈക്കൊള്ളാം എന്നുള്ളതിലേക്കാണ് ഇത് പോകുന്നത്, ഏറ്റവും പ്രധാനമായി പെട്ട തന്നെ. അതുപോലെ 4ാമത് സെൽഫ്ഹുഡ്, സ്വത്വം. ഇന്നത്തെ ചർച്ചയിലെ കാര്യം മിക്ക ചോദ്യങ്ങളും ഒരുപക്ഷെ വിവാദങ്ങൾ തേടിയുള്ളതായതുകൊണ്ടായിരിക്കും സ്വത്വം എന്നുള്ളത് അല്ലെങ്കിൽ സെൽഫ്ഹുഡ് എന്നുള്ളത്. അതുമല്ലെങ്കിൽ യഥാർത്ഥ
സ്വാതന്ത്ര്യത്തിലേക്കുള്ള കുതിപ്പ്. 1947 ബ്രിട്ടീഷുകാർ തന്നിട്ട് പോയതല്ല സ്വാതന്ത്ര്യമെന്നും ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയതല്ല ഭാരതം എന്നുള്ളത്, ഭാരതം എന്നുള്ള സംസ്കാരവും രാഷ്ട്രവും സങ്കല്പവും പണ്ട് മുതലേ ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു വീണ്ടെടുപ്പിലേക്ക് പോകുന്ന ഒരു സംഗതി, അത് സംസ്കാരത്തിലാവട്ടെ, വിദ്യാഭ്യാസത്തിലാവട്ടെ, ഭാഷയിൽ ആവട്ടെ, ജീവിതശൈലിയിലാവട്ടെ, ചികിത്സയിലാവട്ടെ, ജീവിതശൈലി ഒക്കെ ഭാരതീയത വീണ്ടെടുക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ ഡീകോളനൈസേഷൻ എന്നുള്ള ഒരു പദ്ധതി, അതിനുള്ള ബൃഹത് പദ്ധതികളാവും നടപ്പാക്കുക. 5 സിവിക് ഡ്യൂട്ടീസ്, അതും ഇവിടെ ഇന്ന് ആരും ചോദിച്ചു കണ്ടില്ല. കാര്യം ഈ സമൂഹത്തോടുള്ളൊരു കടമ, നമ്മൾ ഏറ്റവും അധികം അവകാശ പോരാട്ടം, അവകാശ സമരം കണ്ട ചരിത്രമുള്ള ഒരു സംസ്ഥാനത്തു നിന്നാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പം അവകാശങ്ങൾക്ക് വേണ്ടി മാത്രം പോരാടിയാൽ പോരാ, സമൂഹത്തോടുള്ള കടമ, സിവിക് ഡ്യൂട്ടി, അതും പഞ്ചപരിവർത്തൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് തന്നെയാണ്. ഏതായാലും രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ ആ 3 ദിനം നീണ്ടു നിൽക്കുന്ന ബൈഠക്ക് ഇന്ന് വൈകിട്ട് 6 മണിക്ക് സമാപിക്കുമ്പോൾ എന്തായിരുന്നു ഈ ബൈഠക്കിൽ ചർച്ചയായത് എന്നുള്ളത് വലിയ ചോദ്യമായിരുന്നു. അതിൽ സമൂഹത്തിൻ്റെ എല്ലാ മേഖലയിലുള്ള വിഷയങ്ങളിലും വിശദമായ ചർച്ച നടന്നു എന്നുള്ളതാണ്. മാത്രമല്ല സമകാലീന സംഭവങ്ങളിൽ ഉൾപ്പെടെ കൃത്യമായ ഈ ചർച്ചകൾ നടന്നു. മാത്രമല്ല ഈ ചർച്ചകൾ ഇനി സമൂഹത്തൊന്നടങ്കം വലിയൊരു പരിവർത്തനം സൃഷ്ടിക്കുന്ന തരത്തിലാവും എന്നുള്ളത് തന്നെയാണ്.